ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നും ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓടി നടന്ന കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് കറി വെച്ചതല്ല, കടയിൽ നിന്നും വാങ്ങിയ കോഴി തന്നെയാണ്. ഇതിനായി വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു കൈ മല്ലിയില, 10 അല്ലി വെളുത്തുള്ളി, ഒരു സവാള, ഒരു തക്കാളി, 4 പച്ചമുളക്, അല്പം ഇഞ്ചി. ഇത്രയും ചേരുവകളാണ് പ്രധാനമായിട്ടും ഇതിലേക്ക് വേണ്ടത്. ഈ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളെ നന്നായി വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അരച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും പച്ചമുളകും മല്ലിയിലയും അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും ഒഴിച്ചു കൊടുത്ത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഈ അരപ്പിനെ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കന് മുകളിലേക്ക് ഒഴിക്കുക. ഇനിയും നമ്മൾ മറ്റ് പൊടിവർഗ്ഗങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അല്പം പെരിഞ്ജീരകപ്പൊടി ആവശ്യത്തിന്, പിന്നീട് മസാലപ്പൊടിയും ആവശ്യമാണ്. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് അല്പം മന്തി മസാല കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ചിക്കൻ പീസിലും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇല്ല എങ്കിൽ പകുതി എടുത്ത് കയറും, പകുതി എടുത്ത് മസാല കയറാത്ത ആ ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടതെന്ന് വെച്ചാൽ അല്പം പെരുംജീരകപ്പൊടി ഇത്തിരി കുറവ് പോലെ തോന്നിക്കൊണ്ടാണ് ഇട്ടത്. അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ആയിട്ട് ഞാനിവിടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെ ഒരു കുക്കറിലേക്ക് അല്പം എണ്ണയൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെള്ളം അല്പം പോലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കനിൽ നിന്നും ആവശ്യത്തിന് വെള്ളം അതിനകത്തേക്ക് ഇറങ്ങിക്കോളും. ഇപ്പോൾ എന്തായാലും ചിക്കൻ വെന്ത് വന്ന ആ ഒരു പരുവമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും വെള്ളം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമ്മൾ പറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പറ്റിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാനോ അല്ല മറ്റേതെങ്കിലും ചുവട് കട്ടിയുള്ള പാത്രമോ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ വെന്ത ചിക്കനെ അതിനകത്തേക്കിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ചിക്കൻ വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് മൊത്തം 4 പീസാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ 4 പീസും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കി 2 സവാള മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മസാലപ്പൊടിയും ചേർക്കുക. ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ അതിനകത്തേക്കിട്ട് യോജിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്പം സോയാ സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഒഴിച്ചാലും നല്ലതായിരിക്കും. പിന്നീട് അത് വിളമ്പാൻ നേരം നമ്മൾ മല്ലിയില ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. താങ്ക് യു.